ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചോറിനൊപ്പം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിൽ കോവയ്ക്ക ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനു മുന്നേ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യം നമുക്ക് കോവയ്ക്ക നല്ലപോലെ വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്തെടുത്ത കോവയ്ക്ക ഈ വീഡിയോയിൽ കാണുന്നത് പോലെ 4 പീസസായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നീളത്തിലോ വട്ടത്തിലോ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂൺ അരിപ്പൊടിയും അതുപോലെ 1 സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ പൊടികൾ നല്ലപോലെ മിക്സ് ആവുന്ന വിധത്തിൽ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം. കുടഞ്ഞു കൊടുത്തെങ്കിൽ ആ പൊടികൾ എല്ലായിടത്തും നല്ലപോലെ പിടിച്ചിരിക്കും. ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. കോവയ്ക്കയിലോട്ട് ആ പൊടികളൊക്കെ നല്ലപോലെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് മാറ്റി വയ്ക്കാം. ചിക്കൻ മസാല ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ഈ ഒരു കോവയ്ക്ക ഫ്രൈക്ക് നല്ലൊരു ഫ്ലേവറാണ്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കോവയ്ക്കയിലോട്ട് നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. സ്റ്റൗ ഓൺ ചെയ്ത് ഒരു ഫ്രൈയിങ് പാൻ വെച്ച് കൊടുത്തു. ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന കോവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണയിലോട്ട് കോവയ്ക്ക ഇടുന്ന സമയം എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുക്കാതെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എങ്കിൽ ആ ഒരു കോവയ്ക്കയിലോട്ട് പിടിച്ചിരിക്കുന്ന മസാല അത് സെപ്പറേറ്റ് ആവാതെ തന്നെ നല്ലപോലെ നമുക്ക് ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും. കോവയ്ക്ക എണ്ണയിലോട്ട് ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കരുത്. ആ ഒരു മസാലയ്ക്ക് വിട്ടു പോകുന്നതായിരിക്കും. 2 മിനിറ്റിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് പാനൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടിക്ക് പിടിക്കാതെ തന്നെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും. മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ നേരം നമുക്ക് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതായിരിക്കും. ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ക്രിസ്പി ആവുന്നതായിരിക്കും. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനു മുന്നേ എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനി ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം. അവിടെ കാണുന്ന ബെൽ ഐക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്നും മാറ്റാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്രിസ്പി വേണമെങ്കിൽ കുറച്ചും കൂടി നേരം വയ്ക്കാവുന്നതാണ്. നല്ല ചൂട് ചോറിനോടൊപ്പം അതുപോലെ രസം ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷ് തന്നെയാണ്. നല്ലപോലെ എണ്ണ ഊറ്റിയെടുത്ത ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള കോവയ്ക്കും കൂടി ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല ചൂട് ചോറിനോടൊപ്പം ഒരല്പം രസം ഉണ്ടെങ്കിൽ കോവയ്ക്ക ഫ്രൈയും കൂട്ടി നല്ല അടിപൊളി വയറ് നിറച്ചും ചോറുണ്ടാവുന്നതാണ്. ഇതിലേക്ക് ചിക്കൻ മസാല ആഡ് ചെയ്തതുകൊണ്ട് നല്ലൊരു ഫ്ലേവറും അതുപോലെ ഒരു വെറൈറ്റി ടേസ്റ്റും കൂടിയാണ്. ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോവയ്ക്ക ഫ്രൈ. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.
അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. രണ്ടാമതും ഇട്ടിരുന്ന കോവയ്ക്ക ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അതുപോലെ നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ്. ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.